ഇനി പോളണ്ടിനെ കുറിച്ച് രണ്ടക്ഷരം മിണ്ടാം. ഒരു കാലത്ത് ഭക്ഷണത്തിന് ക്ഷാമം നേരിട്ടിരുന്ന രാജ്യമായിരുന്നു പോളണ്ട്. ഒരു തലമുറ മുൻപ് നിത്യോപയോഗ സാധനങ്ങൾക്ക് പോലും റേഷൻ ഏർപ്പെടുത്തേണ്ടി വന്ന രാജ്യം. അന്നത്തെ പോളിഷ് പൗരന്മാരുടെ വരുമാനം പടിഞ്ഞാറൻ ജർമ്മൻകാർ സമ്പാദിക്കുന്നതിന്റെ 10% മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് വാർഷിക ഉൽപാദനത്തിൽ $1 ട്രില്യൺ എന്ന നാഴികക്കല്ല് പിന്നിട്ട് സ്വിറ്റ്സർലൻഡിനെ പോലും മറികടന്ന് പോളണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ 20ാമത്തെ സമ്പദ് വ്യവസ്ഥയെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 35 വർഷത്തിനിടയിൽ യൂറോപ്പിലെ ഏറ്റവും വലിയ സാമ്പത്തിക വളർച്ച നേടിയ രാജ്യങ്ങളിൽ ഒന്നാണ് പോളണ്ട്. 1989 1990കളിലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ തകർച്ചയിൽ നിന്ന് $1,00,000 കോടി വാർഷിക ഉൽപാദനം എന്ന ലക്ഷ്യത്തിലേക്ക് പോളണ്ട് എത്തിയത് കൃത്യമായ ആസൂത്രണത്തിലൂടെയാണ്. അഴിമതിയില്ലാത്ത ഭരണ സംവിധാനം, സ്വതന്ത്രമായ കോടതികൾ, ശക്തമായ ബാങ്കിംഗ് നിയന്ത്രണങ്ങൾ, ആരോഗ്യകരമായ മത്സരം ഉറപ്പാക്കാൻ കുത്തക വിരുദ്ധ ഏജൻസി എന്നിവ നടപ്പിലാക്കിയതിലൂടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സാധിച്ചു. ഇതിന്റെ ഫലമായി മറ്റ് പല മുൻ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും സംഭവിച്ചതുപോലെ അഴിമതി നിറഞ്ഞ പ്രവർത്തനങ്ങളോ കുത്തക മുതലാളിമാരോ ഇല്ലാതായി. 2004 യൂറോപ്യൻ യൂണിയനിൽ ചേരുന്നതിന് മുൻപും ശേഷവും ലഭിച്ച ശതകോടിക്കണക്കിന് യൂറോയുടെ സഹായവും യൂറോപ്പിലെ ബൃഹത്തായ ഏകീകൃത വിപണിയിലേക്കുള്ള പ്രവേശനവും പോളണ്ടിന് ഗുണമായി. വിദ്യാഭ്യാസ മേഖലയിലെ വലിയ മുന്നേറ്റമാണ് പോളണ്ടിന്റെ മറ്റൊരു കരുത്ത്. ഇന്നത്തെ യുവാക്കളിൽ പകുതിയോളം പേരും ഉന്നത വിദ്യാഭ്യാസം നേടിയവരാണ്. ജർമ്മനിയിലെ യുവാക്കളെക്കാൾ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ് പോളണ്ടിലെ യുവാക്കളെന്ന് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. കുറഞ്ഞ ചെലവിൽ മികച്ച വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ ലഭിക്കുന്നത് അന്താരാഷ്ട്ര നിക്ഷേപകരെ പോളണ്ടിലേക്ക് ആകർഷിച്ചു. 1996 ക്രിസ്റ്റോഫ് ഓൾഷെവ്സ്കി പോസ്നാനിൽ സ്ഥാപിച്ച സോളാരിസ് എന്ന ഇലക്ട്രിക് ബസ് നിർമ്മാണ കമ്പനി പോളണ്ടിന്റെ സാങ്കേതിക മുന്നേറ്റത്തിന്റെ പ്രതീകമാണ്. ഇന്ന് യൂറോപ്പിലെ ഇലക്ട്രിക് ബസ് വിപണിയുടെ 15% ഈ കമ്പനിയുടെ കൈവശമാണ്. സോളാരിസ് പോലുള്ള കമ്പനികൾ ഇലക്ട്രിക് ബസ് നിർമ്മാണത്തിൽ ആഗോളതലത്തിൽ മുൻപന്തിയിലെത്തിയത് രാജ്യത്തിന്റെ സംരംഭകത്വ മികവിന് ഉദാഹരണമാണ്. വിദേശ കമ്പനികളുടെ നിർമ്മാണ കേന്ദ്രം എന്ന നിലയിൽ നിന്ന് അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ കേന്ദ്രമായി പോളണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് തുടങ്ങിയ മേഖലകളിൽ രാജ്യം വൻ നിക്ഷേപം നടത്തുന്നു. മൈക്രോസോഫ്റ്റ് പോലുള്ള വലിയ കമ്പനികളിൽ ജോലി ചെയ്തിരുന്ന പല പ്രൊഫഷണലുകളും ഇന്ന് പോളണ്ടിലേക്ക് തിരിച്ചു വരുന്നതിന്റെ കാരണം അവിടെയുള്ള തൊഴിൽ സാധ്യതകളും സാങ്കേതിക മുന്നേറ്റവുമാണ്. ഇത്രയേറെ വളർച്ചയുണ്ടെങ്കിലും ചില പ്രധാന വെല്ലുവിളികൾ രാജ്യം ഇന്നും നേരിടുന്നുണ്ട്. ജനന നിരക്ക് കുറയുന്നതും പ്രായമായവരുടെ എണ്ണം കൂടുന്നതും ഭാവിയിൽ തൊഴിലാളികളുടെ ക്ഷാമത്തിന് കാരണമായേക്കാം. ശരാശരി വേതനം ഇപ്പോഴും യൂറോപ്യൻ യൂണിയന്റെ ശരാശരിയേക്കാൾ താഴെയാണ്. ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ വളരുന്നുണ്ടെങ്കിലും ഇതിൽ കുറച്ചെണ്ണം മാത്രമാണ് ആഗോള ബ്രാൻഡുകളായത്. നഗരങ്ങളും ഗ്രാമങ്ങളും തമ്മിലുള്ള സാമ്പത്തിക അന്തരം ഇന്നും നിലനിൽക്കുന്നു. കൂടാതെ പടിഞ്ഞാറൻ യൂറോപ്പിലെ വേതന നിലവാരത്തിലേക്ക് എത്താൻ പോളണ്ടിന് ഇനിയും ഏറെ സമയമെടുക്കും. 2022 റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് പോളണ്ടിലെത്തിയ യുക്രൈൻ അഭയാർത്ഥികൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ആഗോള സാമ്പത്തിക രംഗത്ത് പോളണ്ട് ഇന്നൊരു മാതൃക തന്നെയാണ്.